നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറുടെ സുരക്ഷയ്ക്കായി CRPF അല്ല ആര് വന്നാലും പ്രതിഷേധം കടുപ്പിക്കും എന്നുള്ള ശക്തമായ സൂചനയാണ് സർക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പലയിടങ്ങളിലായി ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. സർക്കാരിന്റെ ധൂർത്ത ആരോപണങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മറുപടിയുമായി LDF കൺവീനർ AP ജയരാജൻ രംഗത്ത് വരികയാണ്. പശുവിന് തൊഴുത്ത് കെട്ടുന്നതും വാഹനം ഉപയോഗിക്കുന്നതുമാണോ ധൂർത്തെന്ന് അദ്ദേഹം ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം താമസിക്കുന്നത് പർണശാലയിലാണോ എന്നും അദ്ദേഹം പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: പശുവിന് ആല കെട്ടുന്നതാണോ ധൂർത്ത്? അത് അദ്ദേഹത്തോട് ചോദിക്കണം. വാഹനം ഉപയോഗിക്കുന്നതാണോ ധൂർത്ത്? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പർണശാലയിലാണോ താമസിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വയം പരിശോധിക്കട്ടെ, അതിനുശേഷം മറ്റുള്ളവരെ വിമർശിക്കൂ. ഗവർണറുടെ വിമർശനത്തിലാണ് മറുപടിയായി EP ജയരാജൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ മനോഭാവമാണ് തുടരുന്നതെങ്കിൽ അവിടെയും ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല. അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല. മതവിശ്വാസത്തെ മതഭ്രാന്താക്കി അതുവഴിയാണ് അധികാരം പിടിക്കുന്നത്. താൽക്കാലികമായി അധികാരം പിടിച്ചിട്ടുണ്ടാവും, എന്നാൽ അത് ശാശ്വതമായി നിലനിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ LDFന് വലിയ വിജയം നേടാൻ കഴിയും. കേരളത്തിലെ അന്തരീക്ഷം അതാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ മാറ്റം ജനങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലമാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കാത്തത്. അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം കുറച്ചത് മൂലമാണ് പെൻഷൻ നൽകാൻ സാധിക്കാത്തത്. കേന്ദ്രം തന്നാൽ പെൻഷൻ അടക്കം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാം. പ്രതീക്ഷയോടെയാണ് സമരം നടത്തുന്നത്. പ്രതീക്ഷകൾക്കനുസരിച്ച് ജനങ്ങൾ ചിന്തിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനനുസരിച്ച് ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. വരാൻ പോകുന്ന ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യത്തെ ശക്തിപ്പെടുത്തും. അത് ഇന്ത്യയുടെ ഭാവിയെ കാത്തു സൂക്ഷിക്കുമെന്നും EP ജയരാജൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധം നടക്കുകയാണ്. അതിനു മുന്നോടിയായി ഡൽഹിയിലെ കേരള ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ ഗവർണർ വഴിയിൽ കുത്തിയിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു പ്രധാന വിഷയം ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. ഗവർണർ എങ്ങനെ പ്രവർത്തിക്കരുതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ് അവർ. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുമുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളുടെ നിരാസമായി ഇത് മാറുകയാണ്. അടിയന്തരാവസ്ഥയുടെ അനുഭവം ഒഴിച്ചാൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ നേരിട്ട ചരിത്രമില്ലെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. ഏതായാലും ഗവർണർ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടില്ല.